ഞങ്ങളൊക്കെ തന്നെ. അതെയാ? ഇതിപ്പോ എങ്ങനെ ഉണ്ടായി? ചിരിക്കേ, നന്നായി ചിരിക്കേ, പല്ലൊക്കെ കാണട്ടെ. പല്ലില്ലേ? പച്ചപ്പല്ലില്ല. കണ്ടത്തിന്റെ ഓണർ ഒന്നും പറയില്ലേ? 20 പറ അവർക്ക് കൊടുത്താ നമുക്ക് ഒരു കർണാടക ഗോതമ്പല്ല അങ്കളം മധുര. പ്രിയമുള്ളവരെ, പാലക്കാട് ഇപ്പോൾ കൊയ്ത്തുകാലമാണ്. പാടങ്ങളെല്ലാം കൊയ്ത്തിനായി ഒരുങ്ങി. നെൽക്കതിരുകൾ വേനൽച്ചൂടിൽ വിളഞ്ഞു നിൽക്കുകയാണ്. ഇത്തവണ കർഷകർ നല്ല ആത്മവിശ്വാസത്തിലുമാണ്. ഇന്ന് എല്ലാം പൂർണ്ണമായും മെഷീനുകൾ ഉപയോഗിച്ചാണ്. തൊഴിലാളികളുടെ ലഭ്യത കുറഞ്ഞതും ടെക്നോളജി വളർന്നതും അതിനൊരു കാരണമായി. 2 തരത്തിലുള്ള കൊയ്ത്ത് മെഷീനുകളാണ് നിലവിലുള്ളത്. ഒന്ന് ട്രാക്ടറിന്റെ ടയർ പോലെ വലിയ ടയറുള്ളവ. അത് ഈർപ്പം ഒട്ടുമില്ലാത്ത നിലം നന്നായി ഉണങ്ങിയ പാടശേഖരങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. മറ്റൊന്ന് മിലിറ്ററി പീരങ്കിയുടെ ചക്രം പോലെ ഉള്ളവ. അതിനെ ക്രൗളർ എന്നാണ് പറയാറ്. ഇത് ഏതു തരം നിലത്തും ഉപയോഗിക്കാം. നല്ല ഈർപ്പമുള്ള നല്ല ചളി നിറഞ്ഞ മണ്ണിലും ഇത്തരത്തിലുള്ള ഹാർവെസ്റ്റർ അഥവാ കൊയ്ത്ത് മെഷീനാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഈ മെഷീൻ സുഗമമായി റോഡിലൂടെ കൊണ്ടുവരാൻ കഴിയില്ല. അതിനായി ഒരു ലോറി ആവശ്യമാണ്. ചുരുങ്ങിയത് 3 അതിലധികമോ തൊഴിലാളികൾ കൊയ്ത്ത് മെഷീന്റെ പ്രവർത്തനത്തിനായി ആവശ്യമാണ്. പേരെന്നാ? മാതേഷ്. നിങ്ങൾ ഊര്? തമിഴ്നാട്. കുംഭകോണം. எத்தனை நாளா இந்த பக்கம்? அது வந்து 2 மாசம் ஆகுது. 2 மாசம் ஆகுது இந்த பக்கம். ஓகே. அங்கே இந்த நெல்லு தானா? அங்கேயும் நெல்லு தான். நார்த்ல எல்லாம் போகுமா? ஆந்திரா, கர்நாடகா, கோதம்பல், அங்கெல்லாம் போகுது. மதுரை கோதம்பு கிருஷி போயிருக்கேன். அங்கெல்லாம் கிடையாது. இல்ல இல்ல, நெல்லு தான் மெயின் ஆயிட்டு. இதுல நெல்லு மட்டும் தானா? நெல்லு மட்டும் தான் இதுல. இதுல டயர் இல்ல, செயின் தான். டயர் இருக்குது, செயின் உண்டு. டயர் வேற மிஷின். ஆமா. இது செயின் மிஷின். ஓகே. இது எத்தனை ஸ்டாஃப் இருக்கு? நீங்க 2 பேர் தான்? 3 பேரே மொத்தம். இதுல ஆபரேட்டர் ஊருக்கு விட்டாங்க. ஆபரேட்டர் ஊருக்கு நாங்க 2 பேர். ഇത് ലോറിയിൽ ലോറിയിൽ വന്ന് ഇങ്ങനെ ഇറക്കും. ചില ഓണർമാർക്ക് 5ഉം 10ഉം കൊയ്ത്ത് മെഷീനുകൾ വരെ ഉണ്ടാവും. ഇവര് വിളവെടുപ്പ് കാലങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. 1 മണിക്കൂറിനാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇവർക്കും കർഷകർക്കും ഇടയിൽ ഇടനിലക്കാരും ഉണ്ടാവും. ചിലപ്പോൾ പ്രദേശത്തെ ചില കർഷകർ തന്നെയാകും. ഇവർ ഏജന്റുമാരെന്നാണ് വിളിക്കാറ്. ഇവർ കർഷകരിൽ നിന്നും കൊയ്ത്ത് മെഷീൻ ഓണർമാരിൽ നിന്നും ഒരേപോലെ കമ്മീഷൻ കൈപ്പറ്റാറുണ്ട്. ഇവിടെ ഈ കാണുന്നതാണ് കൊയ്തെടുത്ത നെല്ല് മെഷീനിൽ തന്നെയുള്ള ടാങ്കിലുണ്ടാവും. അത് ട്രാക്ടറിനടുത്തേക്ക് കൊണ്ടുവന്ന് അത് ട്രാക്ടറിലേക്ക് നിറയ്ക്കുകയാണ് അവർ ആദ്യം ചെയ്യുക. അപ്പോൾ അത് ഡ്രൈവറും ഹെൽപ്പറും കൂടി അത് ട്രാക്ടറിലേക്ക് ആ ഒരു കൊഴൽ പോലുള്ള സാധനത്തിലൂടെ അത് ട്രാക്ടറിലേക്ക് നിറയ്ക്കും. ഓരോ പ്രാവശ്യവും മെഷീനിൽ ഏകദേശം ഒരു ട്രാക്ടറുടെ കൊള്ളാൻ്റെ പകുതി നെല്ല് മെഷീനിലുണ്ടാവും. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം മെഷീനിൽ നിന്ന് ട്രാക്ടറിലേക്ക് നിറച്ചാലാണ് ഈ ട്രാക്ടർ ഇവിടെ നിന്ന് വീടുകളിലേക്കോ അല്ലെങ്കിൽ എവിടെയൊക്കെ അവിടേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇത് ഒരിക്കൽ നിറച്ചു. ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് ട്രാക്ടർ വീണ്ടും പാടത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു റൗണ്ടും കൂടി കൊയ്തിട്ട് ട്രാക്ടർ ഈ മെഷീനിൽ ഫുള്ളാകുമ്പോൾ വീണ്ടും തിരിച്ചു വരും. പാലക്കാട് ജില്ലയിലെ കൊയ്ത്തിൻ്റെ അല്ലെങ്കിൽ നെൽകൃഷിയുടെ ചരിത്രം തന്നെ പറയാൻ കഴിയുന്ന ഒരു അമ്മയെ നമുക്കൊപ്പം കിട്ടിയിട്ടുണ്ട്. ഈ അമ്മയുടെ പേര് പെട്ട എന്നാണ്. ഇവിടെ ലോക്കലായിട്ട് തന്നെ ഉള്ള ഒരു അമ്മയാണ്. അപ്പോൾ അമ്മയോട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്ന് സംസാരിച്ച് നോക്കാം. ചിരിക്കേ, നന്നായി ചിരിക്കേ, പല്ലൊക്കെ കാണട്ടെ. പല്ലില്ലേ? പച്ചപ്പല്ലില്ല. അപ്പൊ പിന്നെ ചാവയ്ക്കണ നല്ലോണം അരക്കണ്ടല്ലോ. അടക്ക നല്ലോണം കേട്ടിടണു, പല്ലില്ല പറയണു. അതെങ്ങനെ കുത്തിപ്പൊളിക്കോ? കുത്തിപ്പൊളിച്ചു. ആര് വാങ്ങിച്ചു തരും? മക്കളുണ്ട്. കതിര് പെറുക്കി പറഞ്ഞാൽ കതിരൊക്കെ പെറുക്കി എടുക്കേ? കാണിക്ക് നോക്കട്ടെ. ഇതിങ്ങനെ കൊയ്യുമ്പോൾ വേസ്റ്റ് വരുന്നതാണല്ലേ, സൈഡൊക്കെ വീണ് പോണത്. അതിനൊക്കെ പെറുക്കി എടുക്കും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് മെതിക്കും അല്ലേ? അത് ശരി. അപ്പൊ ഇത് കണ്ടത്തിന്റെ ഓണറൊന്നും പറയില്ലേ? കതിര് തന്നെ അല്ലേ അല്ലേ? ഇത് എപ്പോഴും കൊയ്യുമ്പോ ഇങ്ങനെ വരുമോ? പണ്ട് മുതലുള്ള ശീലമാണ്. അത് ശരി, അത് ശരി. നേരത്തെ കൊയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? എങ്ങനെ? അതെയോ? പണ്ട് ഈ ഒരു ഇതിപ്പോ 10 പേരെ ഉണ്ടാവില്ലേ കണ്ണം? 100 സെന്റ് അല്ലേ? 10 പേരെ കണ്ടം. ഇത് കൊയ്യാൻ എത്ര സമയം എടുക്കും പണ്ടൊക്കെ? 15 ആള് വേണം ഇത് കൊയ്യാൻ. ഇതിപ്പോ ഒരു മെഷീൻ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് കഴിയും അല്ലേ? മണിയാക്കുക പറഞ്ഞത് കൊഴിച്ചെടുക്കുക.
കാട്ടിട്ട് കാറ്റത്തിടും. കാറ്റത്തിട്ട് വേസ്റ്റ് ഒക്കെ കളയും. കളഞ്ഞിട്ട് ആ അവർക്ക് കൊടുക്കുക. നെല്ല് വിൽക്കും അല്ലേ? 6 പറ അവർക്ക് കൊടുത്താൽ നമുക്ക് 1 പറ തരും. അതായത് മുതലാളിക്ക് 6 പറ, കർഷകന്. നമുക്ക് 1 പറ. അപ്പൊ തൊഴിലാളിക്ക് 1 പറ. അത് നിങ്ങൾ 10 ആളുണ്ടെങ്കിലും ഒരാളുണ്ടെങ്കിലും വീതിച്ചെടുക്കും അല്ലേ? അപ്പൊ ഒരു ദിവസം എത്ര കിട്ടും ഏകദേശം? രണ്ടാൾക്ക് 2 പറ. 2 പറ കിട്ടും. 2 പറ 2 പറ കിട്ടും. നമ്മൾ ചെയ്ത പോലെ ഇരിക്കും. 2.5 പറ പറഞ്ഞാൽ 1 പറ പറഞ്ഞാൽ 10 കിലോ ഉണ്ടാവില്ലേ? അപ്പൊ 25 കിലോ കിട്ടും. 2.5 പറ പറഞ്ഞാൽ 25 കിലോ, 1 പറ 10 കിലോ. അപ്പൊ 2.5 പറ ഏകദേശം 25 കിലോ കിട്ടും. ഓ, കൂലി നല്ല കൂലിയാണ് അപ്പോ അല്ലേ? ചെയ്യണം. അപ്പൊ നിങ്ങൾ ചെറുതായിരിക്കുമ്പോഴേ, അതായത് നിങ്ങൾ ഫസ്റ്റ് പണിക്കൊക്കെ ഇറങ്ങുന്ന കാലത്തെ എത്രയായിരുന്നു പതമ്പ്? ഓർമ്മയുണ്ടാ? ഈ പതമ്പ് പറയുന്നല്ലേ ഇതിന്റെ കണക്ക്? 20 പറ ആ അവർക്ക് കൊടുത്താ നമുക്ക് 1 പറ. നിങ്ങൾ ആദ്യം പണിക്ക് ഇറങ്ങിയപ്പോ? ആദ്യം. പിന്നെ എന്റെ കുട്ടിക്കാലത്ത് പിന്നെ 15 പിന്നെ 15 പറ മുതലാളിക്ക് കൊടുത്താ നമുക്ക് 1 പറ. പിന്നെ 10 10 10 പിന്നെയും സിന്ദാബാ വിളിച്ചു. ആരാ സിന്ദാബാദ് വിളിച്ചു? ഞങ്ങളൊക്കെ തന്നെ. അതെയാ? എങ്ങനെ ഉണ്ടായി? അന്ന് നമ്മുടെ ചോകരിയൊക്കെ ഊറ്റിയതാണ് അവര്. അതെയാ? മുതലാളിമാര് നിങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ഉണ്ടാവുന്ന കാലത്തായി അവര് ചോകരിയൊക്കെ ഊറ്റി എടുത്താണ്. അതെയാ? ശരി ശരി. അപ്പൊ അമ്മ ഇവിടെ എന്താണ് പാർട്ടിന്റെ ആളൊക്കെ ആയിരുന്നു തോന്നുന്നു. കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങള്? അതെ. കൊടിയൊക്കെ പിടിക്കും? അതെയാ? കൊടി പിടിക്കില്ല. പിന്നെ കൊടി പിടിക്കാതെ അങ്ങനെ കിട്ടുന്നതൊക്കെ. അതെ അല്ലെ? കൊടി പിടിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ കൂലിയൊക്കെ വന്നെന്നാ പറയുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഈ കൂലിയൊക്കെ ഇങ്ങനെ ആയത്. അപ്പൊ അന്ന് 20 പറയ്ക്ക് മുതലാളിക്ക് ഇത് വെല്ല് വൃത്തിയാക്കി കൊടുത്ത 1 പറ കിട്ടിയിരുന്ന കാലത്തുനിന്ന് 6 പറ കൊടുത്ത 6 പറയും കൊണ്ട് നൽപ്പിച്ചിട്ടുണ്ട്. 6 പറ കൊടുത്ത 1 പറ കിട്ടുന്ന ഇതൊക്കെയായി. അതിന്റെ ഇടയിൽ കൂടെ മിഷ്യം വന്നപ്പോ ആ പൊയില് പോയി അല്ലേ? അത് പോയി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പണ്ട് കൊയ്ത്തിന് പാട്ടൊക്കെ പാടുമോ നിങ്ങള്? കൊയ്ത്ത് പാട്ടൊക്കെ ഉണ്ടാ? പാട്ടൊന്നും പാടില്ല? എന്തെങ്കിലും പാട്ട് പാടി നോക്കട്ടെ, പണ്ടത്തെ ഓർമ്മയില് നോക്കട്ടെ. അടുത്ത നാളം വന്നു അടുത്ത തലമുറയില് ഞങ്ങളെ പോലുള്ളവർക്ക് അറിയണ്ട. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ? നിങ്ങൾ ഞങ്ങളുടെ മക്കളാണ്. എന്റെ മകനാണ്. നിങ്ങളെ പോലത്തെ 2 മക്കൾ അതുപോലെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് പാട്ട് പാടിയത് ഓർമ്മയുണ്ടോ? എന്നാലും 2 പേരും ഒക്കെ ഓർമ്മയുണ്ടാവും. അതാ അച്ഛന് 1 കാല് 1 ഉപ്പി 4 അണിയും പെണ്ണുങ്ങൾക്ക് 75 പേരെ കൂലിയാണ് നമ്മളുടെ അപ്പനമ്മയ്ക്കും. അത് കൊണ്ടുപോയിട്ട് നമ്മളെയൊക്കെ പെരത്തി ഇറക്കണം അവര്. എന്താ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കൾക്ക് അത്ര വില ഓർമ്മയുണ്ട്.